കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാൻ ഇനി തിരുവനന്തപുരത്തിന്റെ മണ്ണിലേക്ക് എത്തിയാൽ മതി എന്ന വാർത്തയാണ് വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം വഞ്ചിയൂർ മടപ്പുര മാനേജിംഗ് ട്രസ്റ്റി മനു സി കണ്ണൂരാണ് ചേരുന്നത്. നമസ്കാരം. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? പക്ഷേ സത്യത്തിൽ നമ്മൾ ഈ ന്യൂസ്, ഇപ്പം ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്, എല്ലാവർക്കും അറിയാം. ഈ ഒരു ന്യൂസ് ചെയ്യുന്ന സമയം നമ്മൾ ചിന്തിക്കണം, ഒരു ക്ഷേത്രത്തിൽ കുടിയിരുത്തിയിരിക്കുന്ന ദൈവത്തെ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഞാൻ വാക്കുകൊണ്ട് തിരുവനന്തപുരത്ത് ഇരുന്നിട്ട് പറഞ്ഞാൽ മതിയോ? കണ്ണൂരിലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ആ ക്ഷേത്രത്തിലെ ദൈവത്തെയാണ് ഇല്ലെങ്കിൽ ആ മുത്തപ്പനെയാണ് ഞാൻ തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നത് എനിക്ക് വാക്കാൽ പറഞ്ഞാൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റുമോ? നമുക്ക് എല്ലാം മനസ്സിലാക്കണ്ടേ? കാരണം ഇപ്പോൾ പറശ്ശിനിക്കടവിലെ പേര് ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ല, ഒരു സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടില്ല, മറ്റുള്ളവർ പറഞ്ഞു കാണാം. ഇനിയിപ്പം ഞാൻ ഒരു വിവാദം ഉണ്ടാക്കുന്ന ഒരു വാക്ക് എവിടെ ഉപയോഗിച്ചിട്ടില്ല. പറശ്ശിനിക്കടവിലെ മുത്തപ്പനെ ഞാൻ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഞാൻ പറശ്ശിനിയിൽ പോകണം, എന്നിട്ട് അതിൻ്റെ കർമ്മം ചെയ്യുന്ന ആൾക്കാരെയും തന്ത്രിമാരെയും അതിന് വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ പറശ്ശിനിക്കടവിൽ പോയി ആ പറശ്ശിനിക്കടവിൽ ആചാരങ്ങൾ അവിടെ നടത്തി അതിൻ്റെ കർമ്മങ്ങൾ ചെയ്താലല്ലേ എനിക്ക് അവിടെ ഇരിക്കുന്ന മുത്തപ്പനെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പം ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ, ഇനി ഏത് ദൈവത്തിൻ്റെതായിക്കോട്ടെ, ആ ദൈവത്തിനെ നമ്മൾ ആ അമ്പലത്തിൽ നിന്നും പറിച്ച് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കുടിയിരുത്തണമെങ്കിൽ ആ ക്ഷേത്രം ഇപ്പോൾ നിലവിലിരിക്കുന്ന ക്ഷേത്രത്തിൽ പോയിട്ട് പൂജാകർമ്മങ്ങളെല്ലാം ചെയ്ത് അവിടുന്ന് ആവാഹിച്ചിട്ടാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കെ ഞാൻ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞാൽ പറശ്ശിനിയിലിരിക്കുന്ന മുത്തപ്പന എനിക്കിവിടെ കൊണ്ടുവരാൻ പറ്റുക? അതുകൊണ്ട് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. പറശ്ശിനിക്കടവ് മടപ്പുര ഭാരവാഹികൾ താങ്കൾക്കെതിരെ കേസ് കൊടുത്തു, അതുപോലെ തന്നെ നോട്ടീസ് അയച്ചു അതിൻ്റെ ഭാഗമായിട്ട്. അല്ല, എനിക്ക് മടപ്പുരേന്ന് ആരും എൻ്റെ പേരിൽ കേസ് കൊടുത്തെന്ന് പറഞ്ഞിട്ടില്ല. മടപ്പുര എന്ന് ഞാൻ പറഞ്ഞല്ലോ, 2 പേരെ എന്നെ വിളിച്ചിരുന്നു, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ആരുടെ പറഞ്ഞിട്ടില്ല. പിന്നെ അഥവാ പറയുമ്പോൾ പറശ്ശിനി മുത്തപ്പൻ എന്ന് ഒരാൾ, ഏത് മുത്തപ്പനാ? പറശ്ശിനിക്കടവ് മുത്തപ്പനാണ്. പിന്നെ പൊന്നും കുരിശ് മുത്തപ്പനും ഉണ്ട്, അറിയാലോ, ക്രിസ്തു മത വിശ്വാസികളുടെ പൊന്നും കുരിശ് മുത്തപ്പൻ. ചിലപ്പോൾ ചില ആൾക്കാർ അത് തെറ്റിദ്ധരിച്ചിട്ടായിരിക്കാം ഇത് പറശ്ശിനി മുത്തപ്പനാണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെടുത്ത് നമ്മൾ അവർക്ക് ഒരു തിരിച്ചറിവിന് വേണ്ടി ആ പേര് ചില സ്ഥലങ്ങളിൽ നമ്മൾ പറയാറുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരു മാധ്യമത്തിനോ ഇല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ 10 പേരിരിക്കുന്നിടത്തോ നമ്മൾ പറശ്ശിനിയുടെ പേര് പറയാനോ പറശ്ശിനിയുടെ പേര് കളങ്കപ്പെടുത്താനോ പോയിട്ടില്ല. അപ്പം അന്ന് ഞാൻ വിളിച്ചു, എന്നോട് സംസാരിച്ച ആൾക്കാരെടുത്ത് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ ആ മടപ്പുരയിലുള്ളവരാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. അവരോട് ഞാൻ വ്യക്തമായി കാര്യം പറഞ്ഞു. അപ്പോൾ അവർ കേസ് കൊടുക്കുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ പറശ്ശിനിയുടെ ഭാഗത്തുനിന്ന് എനിക്കെതിരെ ഒരു നോട്ടീസോ കാര്യങ്ങളോ ഇതുവരെ അയച്ചിട്ടില്ല. പിന്നെ വെളിയിൽ നിന്നുള്ളവർ പറയുന്നുണ്ടായിരുന്നു, എന്നെ സുഹൃത്തുക്കളൊക്കെ എൻ്റെ നാട്ടിലുള്ള കണ്ണൂരുള്ളവർ പറഞ്ഞു, നീ സൂക്ഷിക്കണം, നിനക്കെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണ്, അവരൊക്കെ വലിയ ആൾക്കാരാണ്, വമ്പന്മാരാണ്, പിടിപാടുള്ള ആൾക്കാരാണ്, നിനക്ക് അവരെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അറിയാവുന്ന സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പറശ്ശിനിക്കടവുകാർ ഇല്ലെങ്കിൽ ആ ട്രസ്റ്റുകാർ ഈ ഒരു പേരിൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവിടെ ഇരിക്കുന്ന മുത്തപ്പന, പറശ്ശിനിയിലുള്ള മുത്തപ്പന എനിക്കെന്നല്ല ഒരാൾക്കും എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഈ പറശ്ശിനിക്കടവിലുള്ള ഭക്തജനങ്ങളൊക്കെ ഈ തിരുവനന്തപുരത്തിൻ്റെ മണ്ണിലേക്ക് വരേണ്ട അവസ്ഥ ഉണ്ടാകുമോ? ശബരിമല അയ്യപ്പൻ ശബരിമലയാണ്. പന്തളം കൊട്ടാരത്തിൽ ജനിച്ചു വളർന്നതാണ്, പന്തളത്ത് അല്ലേ. ഈ അയ്യപ്പൻ്റെ ക്ഷേത്രവും ഇന്ന് ലോകം മൊത്തമില്ലേ, അയ്യപ്പ വിശ്വാസികളില്ലേ. എന്നാൽ ഈ വർഷത്തിലൊരിക്കൽ ഈ ശബരിമലയിലെ തിരക്കെന്താ? ഈ മാസം അവിടെ ക്ഷേത്രം തുറക്കുന്നില്ലേ, അവിടുത്തെ തിരക്കെന്താ? എന്നാൽ പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്തും നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തും ഇവിടെയുള്ള എല്ലാ പരിസരങ്ങളിലും ഓരോ ഭാഗങ്ങളിൽ അയ്യപ്പനുണ്ട്. എന്നാൽ പിന്നെ ഈ ആൾക്കാരെല്ലാം എന്തിനാ ശബരിമലയിൽ പോകുന്നത്? ആ ക്ഷേത്രങ്ങളിൽ പോയാൽ പോരെ. പിന്നെ അതേപോലെ തന്നെയാണ് ഗുരുവായൂർ. നമ്മളെ വീട്ടിൻ്റെ പരിസരങ്ങളിലെല്ലാം ഗുരുവായൂർ ക്ഷേത്രമുണ്ട്, കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. എന്നിട്ടും ഗുരുവായൂരിൽ പോകേണ്ടവർ പോകുന്നില്ലേ? കാരണം അതുപോലെ പറശ്ശിനി എന്ന് പറയുന്നത് മുത്തപ്പൻ്റെ ഒരു പേര്, പറശ്ശിനിക്ക് മുത്തപ്പൻ ക്ഷേത്രം എന്നുള്ള ഒരു പേര് വന്നിട്ടുണ്ട്. ആ പേര് വന്ന സ്ഥിതിക്ക് അവിടെ നിന്ന് എങ്ങനെയാണ് മാറ്റുക? ഇനിയിപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു ക്ഷേത്രം, ഞാൻ എൻ്റെ കുടുംബത്തിലെ ക്ഷേത്രമാണ്, കുടുംബത്തിലെ പൊടിക്കളം
അതാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത്. അതായത് എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, അമ്മയ്ക്ക് 85 വയസ്സുണ്ട്. ആ അമ്മയ്ക്ക് ആ പൊടിക്കളം നോക്കാനോ അവിടെ വിളക്ക് കത്തിക്കാനോ അവിടെ മാസം പൈൻകുറ്റി വെക്കാനോ ഇല്ലെങ്കിൽ വർഷത്തിലൊരുക്കാൻ മുത്തപ്പനെ കെട്ടിയടിക്കാനോ ഇതിനൊന്നും പറ്റാത്ത ഒരു സാഹചര്യമാണ്. അമ്മക്കാണ് ടെൻഷൻ. ഈ മുത്തപ്പനെ തിരിഞ്ഞു നോക്കാതായാൽ പിന്നെ ഈ കാരണം നമ്മൾ പറയുമല്ലോ, വീട്ടിലോ ഇല്ലെങ്കിൽ നമുക്കൊരു സ്വന്തമായിട്ടൊരു കാവോ ക്ഷേത്രമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ദീപം തെളിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭാവി ബുദ്ധിമുട്ടുകളെ ഓർത്തിട്ടാണ് എൻ്റെ അമ്മ പറയുന്നത്, നീ ഇതിന് എന്തെങ്കിലും ഒരു വഴി കാണണമെന്ന്. അങ്ങനെയാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത്, അവിടെ മുത്തപ്പനെ നടത്തി അവിടുത്തെ പൂജാ കർമ്മങ്ങളെല്ലാം ചെയ്ത് അവിടുന്ന് ആവാഹിച്ചിട്ട് നമുക്ക് തിരുവനന്തപുരത്ത് നിങ്ങൾ താമസിക്കുന്നിടത്തേക്ക് മുത്തപ്പൻ അവിടെ ഒരു സ്ഥലം കണ്ടുവച്ചിട്ട് ആ മുത്തപ്പനെ നിങ്ങൾ അങ്ങോട്ട് മാറ്റൂ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് മുത്തപ്പൻ ക്ഷേത്രം ഇവിടെ പണിയണം, ഇല്ലെങ്കിൽ മടപ്പുര പണിയണം എന്ന് ഞാൻ പറഞ്ഞത്. അല്ലാതെ എനിക്ക് ഇവിടെ മുത്തപ്പനെ കൊണ്ടുവന്നിട്ട് ഒരു പുതുതായിട്ടൊരു ക്ഷേത്രം പണിത് എനിക്കിവിടെ ലോകപ്രശസ്തനാവാനൊന്നുമല്ല. ഒരിക്കലും പറശ്ശിനിയിലുള്ള പോകുന്ന ആൾക്കാർ പറശ്ശിനി തന്നെ പോകും. കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പനെ അല്ല തിരുവനന്തപുരത്തേക്ക് ആനയിച്ച് കൊണ്ടുവന്നത്. സത്യാവസ്ഥയാണ് പുറത്തു വന്നത്. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.